പിന്നെ ഒരു ബ്രേക്ക് എനിക്ക് തോന്നുന്നത് ലിജോ സാറിനായിട്ടൊരു നായകൻ പടം വന്നിട്ടുണ്ട്. പക്ഷെ ഞാന് അതാ ഫുള്ള് കണ്ടിട്ടില്ല. ഒരു ഇങ്ങനെ ഒരു പോർഷൻ അങ്ങനെ സ്റ്റോറി അറിയാം. എന്നാ പോലും ഫുള്ള് ഹോളിവുഡ് പടത്തിന് സിദ്ദീഖൊക്കെ ഉള്ള മറ്റേ ഫോട്ടോ എടുത്ത അങ്ങനത്തെ അങ്ങനെ മേജർ ഭാഗങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ മറ്റേ മുമ്പ് ഇങ്ങനെ ടിവിയിൽ വന്ന സമയത്ത് കണ്ടുള്ള പടമാണ്. അപ്പൊ നമുക്കറിയില്ല സാറിന്റെ പടമാണ്. അപ്പൊ ഇന്ദ്രജിനെ അറിയാതെ മാത്രമേ ഉള്ളൂ. അപ്പൊ കുറച്ചും കൂടി അന്നത്തെ മലയാള സിനിമയില്ലാത്ത കുറച്ച് ട്രീറ്റ്മെന്റും വില്ലന്റെ പരിപാടികളും. ഇപ്പൊ മറ്റേ സിദ്ദീഖിന്റെ ഒരു ക്ലൈമാക്സ് എന്തോ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റേജ് ഡ്രാമ അങ്ങനത്തെ പരിപാടി, അങ്ങനെ കുറെ പരിപാടികളുള്ള ഒരു പടമാണ്. അത് ഓർമ്മയുണ്ട് അങ്ങനെയുള്ളതില്. പക്ഷെ ഇപ്പത്തെ പടം നമുക്ക് ഫസ്റ്റത്തെ ആളെ പടം അത് ഇന്ദ്രജിത്തിനെ വെച്ചിട്ടാണ്. അപ്പൊ ആള് എന്തുകൊണ്ട് ഇന്ദ്രജിത്തിനെ കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രജിത്തിനെ സാറിനാണെങ്കിൽ കാലിബർ ഉണ്ട്. ഒരു എനിക്ക് തോന്നുന്നു താരതമ്യമല്ല എന്നാൽ പോലും പൃഥ്വിരാജ് സാറിനേലും ഒരു കാലിബർ എനിക്ക് തോന്നിയത് ഇന്ദ്രജിത്ത് സാർ. പൃഥ്വിരാജ് കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറച്ചുകൂടി ഹീറോ, ഒരു കുറച്ചും കൂടി ഫിഗറിലാണെങ്കിലും ഹീറോ എത്തി. പിന്നെ അത് ആൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. പുള്ളി പിന്നെ ഇപ്പൊ പുറത്തുപോയി അങ്ങനെയൊക്കെ വില്ലൻ റോള് ചെയ്യുന്നതല്ലാണ്ട് പുള്ളി ഹീറോ ആയിട്ട് തന്നെയാണ് പോകുന്നത് കൂടുതലും. അല്ലാത്ത സിനിമകൾ ചിലപ്പോൾ ചെറിയ ഒരു സപ്പോർട്ടിംഗ് റോളോ അല്ലെങ്കിൽ ഗസ്റ്റ് റോളോ ഒക്കെ വന്നു പോകുന്നല്ലാണ്ട്. അപ്പോൾ ഇന്ദ്രജിത്ത് ആണ് കുറച്ചുകൂടി, ഇന്ദ്രജിത്ത് സാറാണ് കുറച്ചുകൂടി ഇങ്ങനെ സപ്പോർട്ടിംഗ് റോളാണെങ്കിലും വില്ലൻ റോളാണെങ്കിലും പിടിച്ചു